السلام عليكم. قال الفضيل بن عياض رحمه الله ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലൗ കാനത്തിൽ ഈ ദഅവത്തുൻ മുസ്തജാബത്ത്, എനിക്കെങ്ങാനും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന കിട്ടുകയാണെങ്കിൽ, ലൗ കാനത്തിൽ ഈ ദഅവത്തുൻ മുസ്തജാബത്ത്, ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന എൻ്റെ കൈവശമുണ്ട് എങ്കിൽ, ലജഅൽതുഹാ ലിസ്സുൽത്താനി, ഞാനത് ഭരണാധികാരിക്ക് വേണ്ടി ഉപയോഗിക്കും. എൻ്റെ അടുത്തൊരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന എന്തായാലും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണെന്ന് വിചാരിച്ചാൽ ഞാൻ ആ പ്രാർത്ഥന കൊണ്ടിട്ട് എൻ്റെ സുൽത്താന് കൊടുക്കും, എൻ്റെ ഭരണാധികാരിക്ക് കൊടുക്കും. കഴിയില്ല. അപ്പോൾ ആരോ ചോദിച്ചു, വലിമലം തുഖദ്ദിമുഹ അലാ നഫ്സിക, നീ എന്താണ് അത് നിനക്ക് മുൻഗണന നൽകാത്തത്? നിനക്ക് മുൻഗണന നൽകാത്തത് എന്താണ്? കാരണം നിനക്ക് എന്തായാലും ഉത്തരം കിട്ടുന്നു വേണം, നീ നിന്റെ കാര്യം പറയുന്നത്, എന്തിനാ അത് കൊണ്ടായി സുൽത്താന് കൊടുക്കുന്നത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്ന ദഅവത്തി, എനിക്കാണ് ആ പ്രാർത്ഥന കിട്ടുന്നതെങ്കിൽ, എനിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥന ഉപയോഗിക്കുന്നതെങ്കിൽ, ലാ തൻഫഉ ഗൈരി, അത് വേറെ ആൾക്ക് ഉപകാരപ്പെടില്ല. എനിക്ക് ആണ് ഞാൻ ആ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ, ആ പ്രാർത്ഥന കൊണ്ട് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ എനിക്ക് മാത്രം കിട്ടുള്ളൂ, വേറെ ആർക്കും കൊടുക്കില്ലല്ലോ, വേറെ ആർക്കും കിട്ടൂല, വേറെ ആർക്കും കിട്ടണമെന്ന് ഞാൻ പറയില്ലല്ലോ, എനിക്ക് മാത്രമായി ചുരുങ്ങും. വൈദാക്കാനത്തിൽ ലഹു, അത് ഞാൻ സുൽത്താന് കൊടുത്തിട്ട്, ഭരണാധിപതി കൊടുത്തിട്ട്, അയാളാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിൽ അയാൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, ഇൻതഅശത്തിൽ ബിലാദു, അല്ലാഹുമ്മ അൻഇശ്നി എന്ന് നമ്മൾ പറയുന്നത് ആ വാക്കാണ്. ഇൻതഅശത്തിൽ ബിലാദു, രാജ്യം ഉണർന്നെടിക്കും. അദ്ദേഹത്തിന്റെ കീഴിലുള്ള രാജ്യം, ഒരു ഭരണാധിപന് ഞാനിത് കൊടുക്കുമ്പോൾ ആ ഭരണാധിപന് അത് കിട്ടിക്കഴിഞ്ഞാൽ നാട് അത് മുഖേന ഉയർത്തെഴുന്നേൽക്കും. വൽ ബിലാദു വൽ ഇബാദു, അതേപോലെ തന്നെ രാജ്യത്തെ പ്രജകൾ, ആ നാട്ടുകാർ, അവർക്കും വലിയ വലിയ ഉയർച്ചകൾ അത് മുഖേന ഉണ്ടാകും. ബിഅദ്ലിഹി വസലാഹിഹി, അയാളുടെ നന്മ കൊണ്ടും അയാളുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ടും. നാട്ടിലെ ഭരണാധിപൻ വളരെ നല്ല ആളാണ് എങ്കിൽ അയാൾക്ക് ഒരു ഉയർച്ച കിട്ടുകയാണെന്ന് വിചാരിച്ചാൽ, അയാൾ നല്ല വാക്കുകളും പ്രവൃത്തികളുടെയും ഉടമയാണ് എങ്കിൽ, അതുമൂലം കിട്ടുന്ന നന്മ നാട്ടുകാർക്ക് മുഴുവനുണ്ടാവും, എല്ലാവർക്കും കിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടുകയാണെന്ന് വിചാരിച്ചാൽ, എന്തായാലും ഉത്തരം കിട്ടുമെന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയ്ക്ക്, ആ പ്രാർത്ഥന എൻ്റെ അടുത്തുണ്ടെന്ന് വിചാരിച്ചാൽ ഞാനിത് എൻ്റെ സുൽത്താന്, എൻ്റെ ഭരണാധിപന് കൊടുക്കും. ഒരു നല്ല ഭരണാധിപൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാട്ടുകാരൊക്കെ ഉയർച്ചയിലെത്തും, ആ നാട് ഉയർച്ചയിലെത്തും. നാട്ടിലെ പലതരത്തിലുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരും. നാട്ടുകാർക്ക് അവരുടെ ഏറ്റവും നല്ല വികസനപരമായ നേട്ടങ്ങളൊക്കെ അവർക്ക് കൈവരുത്താൻ സാധിക്കും. നല്ലൊരു ഭരണാധിപൻ എന്ന രൂപത്തിൽ വീട്ടിലും നാട്ടിലും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഫിയത്തും അവസരവും അല്ലാഹു നമുക്ക് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.